പശ്ചിമേഷ്യയിലെ മാസങ്ങളോളം നീണ്ടുനിന്ന സൈനിക സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമമിടാൻ ലക്ഷ്യമിട്ട അമേരിക്കയും ഇറാനും സമാധാന ചട്ടക്കൂട് കരാറിലെത്തിയെന്ന പ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കരാറിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയ അപൂർവവും കടുത്തതുമായ പരസ്യ വിമർശനങ്ങളാണ്. പശ്ചിമേഷ്യയിലെ മാസങ്ങളോളം നീണ്ടുനിന്ന സൈനിക സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും സമാധാന ചട്ടക്കൂട് കരാറിലെത്തിയെന്ന പ്രഖ്യാപനം അന്താരാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ ഈ കരാറിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയ ചില അപൂർവവും കടുത്തതുമായ പരസ്യ വിമർശനങ്ങൾ തന്നെയാണ്. സാധാരണ നിലയിൽ ഇസ്രയേലിന്റെ ശക്തമായ പിന്തുണക്കാരനായി കണക്കാക്കപ്പെടുന്ന ട്രംപ് ഇത്തവണ നെതന്യാഹുവിനെ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്ക നടത്തിയ നയതന്ത്ര ഇടപെടലുകൾക്ക് ഇസ്രയേൽ നന്ദിയുള്ളവനായിരിക്കണമെന്നും തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട പുതിയ ധാരണയുടെ പശ്ചാത്തലത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത്. മാസങ്ങളായി തന്നെ നീണ്ടുനിന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ സമാധാന ചട്ടക്കൂട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കരാർ അനുസരിച്ച് സൈനിക നടപടികൾ നിർത്തിവെക്കുകയും ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ, മേഖലാ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ ആരംഭിക്കുകയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ട്രംപിന്റെ അഭിപ്രായം അനുസരിച്ച് കരാർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇസ്രയേലിന് തന്നെയാണ്. ഇറാൻ ആണവായുധ ശേഷി നേടിയിരുന്നുവെങ്കിൽ ഇസ്രയേലിന്റെ സുരക്ഷ തന്നെ ഗുരുതരമായ ഭീഷണിയിലാകുമെന്നായിരുന്നു ട്രംപ് പറയുന്നത്. ഇറാന്റെ കൈവശം ഒരു ആണവ ബോംബ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രയേലിന് 2 മണിക്കൂർ പോലും നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ആ പരാമർശം അതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടലിലൂടെ ഇറാനെ നയതന്ത്ര ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്നതിൽ നെതന്യാഹു നന്ദിയുള്ളവനായിരിക്കണമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഈ പരാമർശങ്ങളുടെ മറ്റൊരു പ്രധാന വശം നെതന്യാഹുവിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാനുമായി കരാറിലെത്തിയതെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. വർഷങ്ങളായി തന്നെ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു വരുന്ന ഇസ്രയേൽ സർക്കാർ, പ്രത്യേകിച്ചും നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏത് തരത്തിലുള്ള ധാരണയെയും സംശയത്തോടെയാണ് കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ഒരു കരാറും അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ഇസ്രയേൽ എടുത്തിരുന്ന നിലപാട്. എന്നാൽ ഇത്തവണ ട്രംപ് ആ എതിർപ്പുകൾ മറികടന്നാണ് മുന്നോട്ട് പോയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.